Dear students, which of the following note causes metabolic acidosis with anion gap? Options: uremia, diarrhea, DKA, lactic acidosis. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിരവധി പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മിക്കവാറും കുട്ടികൾ എഴുതില്ല, അല്ലെങ്കിൽ തെറ്റിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ടും പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് അത് റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുകയും തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന മാർക്ക് ഒരു വലിയ ഘടകമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം 2-3 കാര്യങ്ങൾ അറിയണം. എന്താണ് ആനയോൺ ഗ്യാപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആനയോൺ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട്. അതാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോഡിയം പ്ലസ് പൊട്ടാസ്യം രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ് അല്ലേ. അതേപോലെ തന്നെ ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. ക്ലോറൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. അപ്പോൾ ഇതിന്റെ അളവുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ആനയോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അളവ് ഒരു അപ്രോക്സിമേറ്റ് നിങ്ങൾക്കറിയാം. സോഡിയത്തിന്റെ ലെവൽ 135 to 145 ആണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഏകദേശം 3.5 to 5.1 ആണ്. ബൈകാർബണേറ്റ് ഏകദേശം 22 തൊട്ട് 27 വരെ നിൽക്കുന്നു. ക്ലോറൈഡിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം 95 തൊട്ട് 104 വരെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ലെവലുകൾ എടുത്ത് ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആനയോൺ ഗ്യാപ്പ് കിട്ടും. അതിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-നും 12-നും ഇടയിലായിരിക്കണം. പക്ഷെ എപ്പോഴെങ്കിലും ഇത് 12-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആനയോൺ ഗ്യാപ്പ് കൂടുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ഏത് സാഹചര്യത്തിൽ കൂടാം. പ്രധാനമായിട്ടും ബൈകാർബണേറ്റിന്റെ അളവ് താഴോട്ട് പോകുന്നു. ഈ ബൈകാർബണേറ്റിന്റെ അളവ് താഴോട്ട് പോകുന്നു എന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടുവരുന്ന മെറ്റബോളിക് അസിഡോസിസ് ആയതുകൊണ്ട് തന്നെ മെറ്റബോളിക് അസിഡോസിസ് സംഭവിക്കുമ്പോൾ ബൈകാർബണേറ്റിന്റെ ലെവൽ ക്രമാതീതമായി താന്നു പോയി കഴിഞ്ഞാൽ അത് ആനയോൺ ഗ്യാപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകാം. അങ്ങനെ ആനയോൺ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ഈക്വിലിബ്രിയത്തിനകത്ത് പ്രശ്നങ്ങൾ വരും. CSF-ലുള്ള അയോൺസിന്റെ ലെവൽ വ്യത്യാസം വരും, ICPക്ക് വേരിയേഷൻ വരും, കൺഫ്യൂഷൻ വരും, പേഷ്യന്റ് കോമ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന്റെ സാഹചര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെറ്റബോളിക് അസിഡോസിസ് വിത്ത് ആനയോൺ ഗ്യാപ്പിന് കാരണമാകുന്ന കണ്ടീഷൻസ് ഓർക്കാൻ വേണ്ടി ഒരു ന്യൂമോണിക്സ് പറഞ്ഞുതരാം. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മഡ് പൈൽസ് എന്നുള്ളതാണ്. മഡ് പൈൽസ്, MUDPILES. M മീൻസ് മെത്തനോൾ, U മീൻസ് യൂറീമിയ, D മീൻസ് DKA ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, P മീൻസ് പാരാൽഡിഹൈഡ് കേട്ടിട്ടുണ്ടോ? അതൊരു CNS സപ്രസന്റ് ആണ്. ഈ പറഞ്ഞ സീഷർ പോലുള്ള സാഹചര്യങ്ങളിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. പാരാൽഡിഹൈഡ് കണ്ടന്റ് ഉള്ള മെഡിക്കേഷനും ആവാം. ദെൻ അയൺ ടോക്സിസിറ്റി, അതേപോലെ ലാക്റ്റിക് അസിഡോസിസ് വരുന്ന ഏത് സാഹചര്യവും, അതേപോലെ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോയിസണിങ്ങിൽ വരുന്നതാണ്. നമ്മൾ ആന്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുന്ന റേഡിയേറ്ററിലൊക്കെ ഒഴിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, കൂളൻ, ആ ഒരു റേഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ആന്റി ഫ്രീസ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ടോക്സിസിറ്റി വരുമ്പോൾ വരാം. ദെൻ സാലിസിറ്റേറ്റ് പോയിസണിങ്, സാലിസിലിക് ആസിഡ് പോയിസണിങ് എന്നും പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ മെറ്റബോളിക് അസിഡോസിസ് തന്നെ വിതൗട്ട് ആനയോൺ ഗ്യാപ്പ് കാണിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഹാർഡപ്പ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് വെച്ച് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഓർത്ത് നോക്കുമ്പോൾ ഇതിൽ വരാത്ത കണ്ടീഷൻ എന്ന് പറയുന്ന ഡയറിയാണ്. ഡയറി വരുന്ന സമയത്ത് അവിടെ ബൈകാർബണേറ്റിന്റെ ലെവൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിലും GIT തന്നെ ഇത് തിരിച്ചറിയുകയും GITൽ ക്ലോറൈഡിന്റെ സ്റ്റോറേജ് ഉണ്ട്, കാരണം HCl-ന്റെ പ്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ ബൈകാർബണേറ്റിന്റെ അളവ് കുറയുമ്പോൾ ക്ലോറൈഡിനെ കൂടുതലായിട്ട്, ക്ലോറൈഡ് മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജിലാണ്, സോ ക്ലോറൈഡിനെ കൂടുതലായിട്ട് രക്തത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ആനയോൺ ഗ്യാപ്പ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കും. പിടിയിട്ടില്ലേ? അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡയറിയാണ്. ഇതോടൊപ്പം തന്നെ വിതൗട്ട് ആനയോൺ ഗ്യാപ്പ് വരുന്ന മെറ്റബോളിക് അസിഡോസിസ് കണ്ടീഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് പിന്നീട് ഞാൻ ചർച്ച ചെയ്യാം. ഓക്കെ.